The average age of 8 men is increased by 2 years when one of them, whose age is 24 years, is replaced by a new man. What is the age of the new man? അപ്പോൾ ഇവിടെ 8 മാൻ്റെ ആവറേജ് 2 വർഷം ഇൻക്രീസ് ചെയ്തു. 24 വയസ്സായ ഒരാളെ റീപ്ലേസ് ചെയ്തിട്ട് പകരം ഒരാളെ കയറ്റിയപ്പം. അപ്പോൾ നമുക്ക് തന്നെ എല്ലാം എഴുതണം. അപ്പം ന്യൂ ആവറേജ് ഈസ് ഈക്വൽ ടു നമുക്ക് എക്സ് കൊടുക്കാം. ലെറ്റ് ആവറേജ് ഈസ് ഈക്വൽ ടു നമുക്ക് എക്സ് കൊടുക്കാം. ടോട്ടൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ വയസ്സ്, ടോട്ടൽ ഏജ് ഈസ് ഈക്വൽ ടു 8 ആളാണുള്ളത്. അപ്പോൾ ആവറേജ് എക്സ് ആണെങ്കിൽ ടോട്ടൽ ഏജ് 8x ആയി. ദെൻ നമുക്ക് ഇനി ന്യൂ ആവറേജ് എടുക്കാം. ഒരാളെ റീപ്ലേസ് ചെയ്ത് 24 വയസ്സായ ഒരാളെ റീപ്ലേസ് ചെയ്ത് പകരം ഒരാളെ കയറ്റി കഴിഞ്ഞപ്പം ന്യൂ ആവറേജ് എന്ന് പറയുന്നത് 2 വയസ്സ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ ന്യൂ മാൻ എന്നാണ്. അപ്പോൾ ന്യൂ ആവറേജ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. ദെൻ നമുക്ക് ന്യൂ ആവറേജ് ഒന്നും കൂടെ നമുക്ക് ചെയ്യാം. 8xൽ നിന്ന് 24 വയസ്സായ അയാളെ റീപ്ലേസ് ചെയ്തു, പകരം ഒരാളെ കയറ്റി എന്ന് പറയുമ്പം അയാളുടെ വയസ്സ് y കൊടുക്കാം. ഡിവൈഡഡ് ബൈ ആവറേജാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിവൈഡഡ് ബൈ 8 ഇട്ടാൽ അവരുടെ പുതിയ ആവറേജായി. പുതിയ ആവറേജ് ഈസ് ഈക്വൽ ടു ന്യൂ ആവറേജ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആണ്. അത് പുറത്ത് എഴുതി കൊടുക്കുക. രണ്ടും ഈക്വലാണല്ലോ. നമ്മളൊരാളെ റീപ്ലേസ് ചെയ്തിട്ട് പകരം ഒരാളെ കയറ്റി, അപ്പോൾ അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 8 ചെയ്ത് അവരുടെ ആവറേജ്. ന്യൂ ആവറേജ് ക്വസ്റ്റ്യൻ പ്രകാരം 2 വർഷം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 2 വയസ്സ് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. 8x പ്ലസ് y മൈനസ് 24 ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു എക്സ് 8x പ്ലസ് 8 ഇൻറ്റു 2 16. ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, 8xും 8xും നമുക്ക് ക്യാൻസൽ ചെയ്യാം. y ഈസ് ഈക്വൽ ടു 16 പ്ലസ് 24 ഈസ് ഈക്വൽ ടു 6 പ്ലസ് 4 10 ബാലൻസ് 1 40 വയസ്സ്. അപ്പോൾ പുതിയ ആളുടെ വയസ്സിനെ നമ്മൾ y ആയിട്ടാണ് എടുത്തത്. ആ y ഈസ് ഈക്വൽ ടു നമുക്ക് 40 കിട്ടി. അപ്പോൾ പുതിയതായിട്ട് വന്ന ആളുടെ വയസ്സ് 40 ആണ്. ഓക്കെ, if you like this video, please like, share and subscribe. Thank you.